ഉള്ളൂ. ഹലോ, ഹായ് ജോറി, ഹായ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചോദിച്ചു പേഷ്യൻറ്റിൻ്റെ പേര് ആദ്യം നമ്മൾ ചോദിക്കാം. ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ഡിഫറെൻറ്റ് സെൻറ്റൻസ് ഫോർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ പേര് കിട്ടിയിട്ട് പിന്നെ മെയിലാണോ ഫീമെയിലോ എപ്പോഴും ഡിപ്പെൻസ്. ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് പ്രത്യേകമായിട്ട് നോക്കുക. അതിനനുസരിച്ച് അവരവരുടെ പേരും പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ജെൻഡർ അത് അറിഞ്ഞതിന് ശേഷം മാത്രം ഇപ്പം മിസ്സിസ് ഓർ മിസ്റ്റർ എന്നുള്ള ഒരു സല്യൂട്ടേഷൻ നമുക്ക് യൂസ് ചെയ്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ എക്സാം ടാസ്കിൽ മെയിനായിട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ദ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് ദ പേഷ്യൻറ്റ് നൗ. അതായത് ഇപ്പം നിങ്ങൾ പേഷ്യൻറ്റിനെ കാണാൻ അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ടൊരു കണക്ട് എവറി വൺ. അപ്പം നെക്സ്റ്റ് OET സക്സസ് ലൈന് നെക്സ്റ്റ് ഒരു സെഷൻ ഓഫ് ലൈവ് ആണ്. നമ്മൾ തംബ്നെയിലൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഓൾറെഡി നമുക്ക് December 4th എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാസ്ക് ഉണ്ട്. അതായത് നമുക്ക് റൈറ്റിംഗ് ഡിഫറെൻറ്റ് കൺട്രീസിൽ, അതായത് നമ്മളിപ്പം രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ടാസ്ക് ആണ്. ഡിഫറെൻറ്റ് കൺട്രീസ് ലൈക്ക് സിംഗപ്പൂർ ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഒരു ടാസ്ക് ആണ് അവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ പോലെ തന്നെ വേറൊരു ടാസ്ക് അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിംഗ് ഒരു 4 to 5 സെഷൻസ് ഡിഫറെൻറ്റ് സ്പീക്കിംഗ് ടാസ്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതും ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് സെഷൻ. ആരെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും എവിടെയെങ്കിലും കേരളത്തിലോ ഔട്ട് ഓഫ് കേരള എവിടെയെങ്കിലും ആരെങ്കിലും ഇപ്പം ലൈവിലുണ്ടോ? ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീക്കിങ്ങിൻ്റെ സെഷൻ ഒരു മോർ ദാൻ ഒരു 5-6 ടാസ്ക് മെയിനായിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം, അത് മെയിനായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും കുറേ അഡ്വൈസ്, ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ സ്മോക്കിംഗ് സെസേഷൻ ഒരു നമ്മുടെ ഒരു സ്പീക്കിംഗ് സെഷനായിട്ട് വന്നത്. നെക്സ്റ്റ് വൺ മ്യൂക്കസ് പ്ലഗ്ഡ് ഇൻ ത്രോട്ട് റിലേറ്റഡ് സ്മോക്കിംഗ് സെസേഷൻ തന്നെയായിരുന്നു. പിന്നെ അത് കഫ് റിലേറ്റഡ് സ്മോക്കിംഗ്. നെക്സ്റ്റ് വൺ UTI ഓർ ബ്ലാഡർ ഇൻഫെക്ഷൻ, അതൊരു മദർ വിത്ത് സൺ ഓർ നമ്മുടെ ഡോട്ടർ എന്നുള്ള രീതിയിലാണ് നെക്സ്റ്റ് ഒരു സ്പീക്കിംഗ് സെഷൻ വന്നത്. പിന്നെ സൺ ഈസ് മോർ കൺസേൺ അബൌട്ട് ഹിസ് മദേഴ്സ് ഡിമൻഷ്യ ഓർ മദേഴ്സ് കണ്ടീഷൻസ് കോൾ ഡിമൻഷ്യ, അത് വേറെ നെക്സ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. അഗൈൻ നെക്സ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നത് എംഫൈസീമ എന്നൊരു പെർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു സ്പീക്കിംഗ് സെഷൻ ആയിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇപ്പം എംഫൈസീമ, അതായത് കൂടുതലായിട്ടും ഇത് 2-3 പ്രാവശ്യം എക്സാമിന് വന്നതാണ്. നമ്മൾ പ്രാക്ടീസ് സെഷനിലും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന 2-3 മെയിൻ ആയിട്ടുള്ള നമുക്ക് കം അക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിൽ തന്നെ, റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൽ. അപ്പോൾ നമുക്ക് എംഫൈസീമ എന്തായിരുന്നു എക്സാമിന് വന്നൊന്ന് ടാസ്ക് ഒന്ന് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ അതായത് കൂടുതലായിട്ട് പേഷ്യൻറ്റ് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ, അതായത് വാട്ട് ഇൻട്രോലൊക്യൂട്ടർ ഈസ് ഗോയിങ് ടു സേ, അത് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ സാധാരണ നമ്മൾ എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ, അതായത് പേഷ്യൻറ്റ് എന്നൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പേഷ്യൻറ്റിൻ്റെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രോലൊക്യൂട്ടർ പറയുന്ന കാര്യങ്ങളാണ്. അതിപ്പം ഒരു ഹോൾ പേപ്പർ ആണെങ്കിലും അത് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്തിട്ടായിരിക്കും അവർ തരുന്നത്. അല്ലെങ്കിൽ ഇൻട്രോലൊക്യൂട്ടർ വിൽ സേ യു ദാറ്റ് യു ഹാവ് ടു കവർ ഇറ്റ് ഓർ മടക്കാനോ അങ്ങനെ എന്തെങ്കിലും പറയും. ചിലപ്പോൾ ആ സെപ്പറേറ്റ് സെഷൻ മാത്രം, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. യു ആർ 65 years old ആൻഡ് ഹാവ് ബീൻ ഇൻ ഹോസ്പിറ്റൽ ഹാവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ എംഫൈസീമ. ഈ ഒരു ഡിസീസ് കണ്ടീഷനായിട്ട് പോയ ഒരു പേഷ്യൻ്റ് ആണ്. ഹി ഹാസ് ബീൻ ടേക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫ്രം ദ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. അപ്പം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം പേഷ്യൻറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണ് അല്ലേ. ഹോസ്പിറ്റൽ സെറ്റിങ്ങിലുള്ളൊരു പേഷ്യൻ്റ് ആണ്. എംഫൈസീമയാണ് കണ്ടീഷൻ. പേഷ്യൻ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അപ്പം നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദ നേഴ്സ് ഈസ് seeing you to discuss regarding your discharge, okay, at the hospital.
പിന്നെ when asked, say you are feeling too much better and then wait to get back home. And say you know what medicine you need to take and when, but you are worried. ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കാര്യങ്ങൾ ലൈക്ക് ask if it is okay to take any painkillers or relief paracetamol medications. Again, so when you are going to see the doctor, you are really worried whether GP knows about her condition or not. All this information ഇതിൽ കൊടുത്തിരിക്കുവാണ്. അത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബട്ട് ഫോർ യുവർ നോളേജ് ഞാൻ ഡിസ്പ്ലേ ചെയ്തെന്നുള്ളൂ. മെയിനായിട്ട് നമ്മുടെ നേഴ്സിൻ്റെ ടാസ്ക് എന്തൊക്കെയാണോ നേഴ്സിൻ്റെ ടാസ്ക് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേഴ്സിൻ്റെ ടാസ്കിൽ ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ ടാസ്ക് ഇതാണ്. നമ്മൾ എക്സാമിൽ കുറച്ച് അപ്പിയർ ആയിട്ടുള്ള പിള്ളേർ തന്നെയാണ് ഇത് നമുക്ക് തന്നതും. ടാസ്കിൽ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് ദ പേഷ്യൻറ്റ്, ഡിസ്കസ് discharge process, find out how the patient is feeling. Actually ഇത് ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണ്. സോ ഇതൊരു ക്ലിയർ കട്ട് ആൻസർ ആണ്. ഇത് ഓൾറെഡി നോൺ കേസ് ആണെന്ന്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നോൺ കേസിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് 3 മിനിറ്റിൽ ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ ടൈം യു ഹാവ് ടു ആസ്ക് ദ പേഷ്യൻറ്റ് നെയിം. ഓഫ് കോഴ്സ് നിങ്ങൾ ഹൗ ക്യാൻ ഐ അഡ്രസ് യു എന്നുള്ള പേര്, ബിക്കോസ് പേഷ്യൻ്റെ നെയിം നമ്മുടെ ഈ എക്സാം ടാസ്കിൽ തന്നിട്ടില്ല. അപ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് ടു ആസ്ക് ഫോർ ദ പേഷ്യൻ്റ് നെയിം ഫസ്റ്റ് 3 മിനിറ്റ്. ഫസ്റ്റ് 3 മിനിറ്റിൽ എപ്പോഴെങ്കിലും അറ്റ് ലാസ്റ്റ് ഐ പ്രിഫർ മോർ ലൈക്ക് ഒരു 2.5 മിനിറ്റ്സ് കഴിയുമ്പം എന്നുള്ള രീതിയിൽ ചോദിക്കാനാണ് കൂടുതലായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹലോ, ഹായ് ജെറി, ഹായ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചോദിച്ചു പേഷ്യൻറ്റിൻ്റെ പേര് ആദ്യം നമ്മൾ ചോദിക്കാം. ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ഡിഫറെൻറ്റ് സെൻറ്റൻസ് ഫോർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ പേര് കിട്ടിയിട്ട് പിന്നെ മെയിലാണോ ഫീമെയിലോ എപ്പോഴും ഡിപ്പെൻസ്. ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ ഫീമെയിലാണോ മെയിലാണോ എന്ന് പ്രത്യേകമായിട്ട് നോക്കുക. അതിനനുസരിച്ച് അവരവരുടെ പേരും പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ജെൻഡർ അത് അറിഞ്ഞതിന് ശേഷം മാത്രം ഇപ്പം മിസ്സിസ് ഓർ മിസ്റ്റർ എന്നുള്ള ഒരു സല്യൂട്ടേഷൻ നമുക്ക് യൂസ് ചെയ്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ എക്സാം ടാസ്കിൽ മെയിനായിട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ദ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് ദ പേഷ്യൻറ്റ് നൗ. അതായത് ഇപ്പം നിങ്ങൾ പേഷ്യൻറ്റിനെ കാണാൻ അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ടൊരു കണക്ഷൻ നടത്താനുള്ള റീസൺ പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പേര് ചോദിച്ചു 3 മിനിറ്റിൽ എൻ്റെ ആ പേര് ചോദിക്കേണ്ട കടമയും കഴിഞ്ഞു. അത് സ്റ്റോപ്പ് ചെയ്തു 3 മിനിറ്റ്സ്. നൗ 3 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പം നമ്മളേതായിട്ടുള്ള നിങ്ങളുടെ നോർമൽ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മൈ നെയിം ഈസ് സോ ആൻഡ് സോ എന്നുള്ള രീതിയിൽ തന്നെ ഐ എം വൺ ഓഫ് ദ നേഴ്സസ്. അതായത് ഇപ്പം നേഴ്സാണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിലും വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ്, അല്ലെങ്കിൽ ഇപ്പം ഇത് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് എന്ന് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം ഇപ്പം ടേക്കിംഗ് കെയർ ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം പറയുന്നില്ല ഇവിടെ. അങ്ങനെ ഇപ്പം ഡിസ്ചാർജിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള നേഴ്സായിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഐ എം ഹിയർ ടു ഡിസ്കസ് വിത്ത് യു റിഗാർഡിങ് യുവർ ഡിസ്ചാർജ് പ്രോസസ് അല്ലെങ്കിൽ ഫോർമേഷൻ എന്തെങ്കിലും ഡിസ്ചാർജിനെ കുറിച്ച് പറയാൻ പോവുകയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. ബിക്കോസ് ഇവിടെ ഈ ടാസ്കിൽ ഇവർ പറഞ്ഞിരിക്കുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന റീസൺ യു ഹാവ് ടു മെൻഷൻ ദ ആ രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം how the patient is feeling, you have to ask from them like how are you feeling now, how do you feel now എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിൻ്റെ ഒരു ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, how are you feeling now? പേഷ്യൻറ്റ് പറയും ഐ എം ഡൂയിങ് ബെറ്റർ, ബിക്കോസ് നമ്മൾ ആദ്യം പേഷ്യൻറ്റ് ടാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പേഷ്യൻറ്റ് മച്ച് ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ പേഷ്യൻറ്റ് വാണ്ട് ടു ഗോ ഹോം വെരി സൂൺ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാര്യാന്വേഷണം, അതായത് ഹൗ ആർ യു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ചോദിച്ചു. നെക്സ്റ്റ് അഗെയിൻ ഔട്ട്ലൈൻ സ്റ്റെപ്സ് ഇൻ ദ ഡിസ്ചാർജ് പ്രോസസ്. ഡിസ്ചാർജ് പ്രോസസ്സിനെ കുറിച്ചുള്ള എപ്പോഴും ഈ ടാസ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിസ്ചാർജ് പ്ലാനുമായിട്ടാണ്. അപ്പം എല്ലാ ടാസ്കും ഇതിൽ വരുന്ന ഡിസ്ചാർജ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ഔട്ട്ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഔട്ട്ലൈൻ ദ ഡിസ്ചാർജ് പ്രോസസ് ബ്രാക്കറ്റിൽ. ഇപ്പോൾ നമ്മൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് സെഷൻ ചെയ്ത പോലെ അല്ലായിരിക്കും. കാരണം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിലും പ്രാക്ടീസ് സെഷൻ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചും കൂടെ കൂടുതലാക്കാൻ വേണ്ടി തന്നെയാണ്. ബിക്കോസ്
നമുക്ക് ഈ ബ്രാക്കറ്റ് കാണാതെ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ, അതായത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കും. ഇപ്പം നമ്മൾ പ്രാക്ടീസ് സെഷൻ ഇപ്പം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുവാണെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ഡിസ്ചാർജ് സ്റ്റെപ്പ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിസ്ചാർജ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകണം, നമ്മൾ ഡിസ്ചാർജിൽ എന്താ നമ്മൾ പറയുക എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഓർമ്മ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആവും. നമ്മൾ എക്സാമിനേഷനിൽ ഒന്നും പേടിക്കണ്ട. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചൊരു കഥ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ബ്രാക്കറ്റിൽ തരും. അതുകൊണ്ടാണ് ചില സ്റ്റുഡൻസിനെങ്കിലും കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും അവിടെ പോകുമ്പം. കാരണം ഇവിടെ ഒരു 3-4 ചെറിയ ചെറിയ ടാസ്ക് ആയിരിക്കും. എക്സാമിൽ പോകുമ്പോഴത്തേനും പ്ലൻറ്റി ഉണ്ടാവും ഇൻഫർമേഷൻ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിതിൻ 3 മിനിറ്റ്സിൽ വേണമെങ്കിൽ സ്റ്റുഡൻസ് കുറച്ച് ആങ്ഷ്യസ് ആകും. വിത്തിൻ 3 മിനിറ്റ്സ് ഇത് മുഴുവൻ വായിക്കാൻ പറ്റുമോ? കാരണം ഒരു പ്ലൻറ്റി ഉണ്ടാവും. ഒരിക്കലും ഇപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യല് ഒരു ചെറിയ ഒരു 3-4 ടാസ്ക്, ഓഫ് കോഴ്സ് 3-4-5 ടാസ്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ബ്രാക്കറ്റിൽ ഉണ്ടാകുമ്പോഴത്തേനും ആ സെൻറ്റൻസ് അങ്ങ് എലാബറേറ്റ് ആയിട്ട് പോകും. പക്ഷെ ഒന്നും പേടിക്കാനില്ല, ആ ജസ്റ്റ് സെൻറ്റൻസ് ബ്രാക്കറ്റിൽ നോക്കിയിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, അതാണ് വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യമാണ് എക്സാമിൽ. പ്രാക്ടീസ് സെഷൻ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല. അപ്പം ഇവിടെ ഔട്ട്ലൈൻ ദ ഡിസ്ചാർജ് പ്രോസസ്, അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ പറയുന്നത് ഫൈനൽ ചെക്ക് ബൈ മെഡിക്കൽ ടീം ആൻഡ് ഡിസ്ചാർജ് ലെറ്റർ ഫ്രം ഡോക്ടർ സപ്ലൈ ഓഫ് മെഡിക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു യൂസ് ചെയ്ത് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു വൺ മോർ തിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ as you know that you are going to get discharged from this hospital, before that there are some procedure you have to come across എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ലെറ്റർ ഫ്രം ഡോക്ടർ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഡോക്ടറിൽ നിന്നോ ഒരു ഡിസ്ചാർജ് ലെറ്റർ കിട്ടും അല്ലേ. പിന്നെ മെഡിക്കൽ ടീം റെക്കഗ്നൈസ് ചെയ്യും ഈ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, അത് കൂടെ പറയാം. പിന്നെ യു ഓൾസോ വിൽ ഗെറ്റ് യുവർ മെഡിക്കേഷൻ, യുവർ ഡെയിലി മെഡിക്കേഷൻസ് ഫ്രം ദ ഫാർമസി, അല്ലെങ്കിൽ ഫാർമസി വിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ സപ്ലൈ ദ മെഡിക്കേഷൻസ് ടു യു എന്നുള്ള രീതിയിൽ ഈ 3 പ്രോസസ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പേഷ്യൻറ്റിനോട്. ഓഫ് കോഴ്സ് നെക്സ്റ്റ് നമ്മൾ വരുന്നത് ലെറ്റർ ഫ്രം ഡോക്ടർ. നമ്മൾ പറഞ്ഞു എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ്. സോ അത് നമുക്ക് ഓഫ് ഹിസ് ഓർ ഹെർ മെഡിക്കേഷൻസ് ഡോസേജ് ഫ്രീക്വൻസി എക്സെട്ര ഇതാണ് പറയുന്നത്. ചിലപ്പം പേഷ്യൻറ്റിന് കുറച്ച് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം എല്ലാ ഡിസ്ചാർജ് പ്ലാനിലും നമുക്ക് പേഷ്യൻറ്റിന് ഇൻഫർമേഷൻ മനസ്സിലാക്കി കൊടുക്കണം ഉറപ്പായിട്ടും. ഫസ്റ്റ് ഡോസേജും ഫ്രീക്വൻസിയും ഒക്കെ പറയുമ്പം ഇന്നതാണ്. ഇപ്പം നമുക്ക് അവിടെ ഇപ്പം പാരസിറ്റമോൾ 500 mg ഓർ 1000 mg എന്നുള്ള നമ്മൾ പറയുന്നില്ല, അവിടെ 1000 gram എന്നുള്ള പറയുന്നില്ല, ഇവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് കഥയായിട്ട് ഉണ്ടാക്കണ്ട എങ്കിലും ഐ വിൽ എക്സ്പ്ലെയിൻ യു മോർ അബൌട്ട് ദിസ് ഡോസേജ് ആൻഡ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അതിനുശേഷം വീണ്ടും പറയുവാണ് റെക്കമെൻഡ് ഫോർ ദ മാനേജർ മെഡിക്കേഷൻസ്, എക്സാമ്പിൾ ടാബ്ലറ്റ് ഓർഗനൈസർ. ബിക്കോസ് നമ്മൾ ആദ്യമേ പേഷ്യൻറ്റിൻ്റെ ഒരു ടാസ്ക് കണ്ടപ്പോൾ പേഷ്യൻറ്റ് മോർ വറീഡ് ആണ്. അവർക്ക് പേഷ്യൻറ്റ് മെഡിക്കേഷൻ റിമൈൻഡ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ടേക്ക് മെഡിക്കേഷൻസ്, ബട്ട് ഓർമ്മശക്തി ഉണ്ടാവുമോ ഇൻ ബിറ്റ്വീൻ, എപ്പോഴൊക്കെയാണ് മെഡിസിൻ എടുക്കേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ പോവുക ഇന്റർലോക്യൂട്ടർ എടുത്തുനിന്ന്, ഐ വോണ്ട് റിമെമ്പർ ദിസ് മെഡിക്കേഷൻ ടൈമിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പം നമുക്കൊരു ആൻസർ പറയാനുള്ള ഒരു ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഓർഗനൈസർ, ടാബ്ലറ്റ് ഓർഗനൈസർ ഉണ്ടാകും. ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഓർഗനൈസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. ഈ വെബ്സ്റ്റർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബോക്സ്, അത് മെയിനായിട്ട് എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ടാസ്കിലും തന്നെ, ഇങ്ങനെയുള്ള ടാസ്കിൽ ഡിസ്ചാർജ് പ്ലാൻ ഉള്ള ടാസ്കിൽ മെയിനായിട്ട് വെബ്സ്റ്റർ പാക്കിൻ്റെ കാര്യം പറയാൻ ഒരു ടാസ്ക് കാണും. ആസ് ഇറ്റ് ഈസ് വെബ്സ്റ്റർ പാക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ ഇതുപോലെ തന്നെ ഓർഗനൈസർ, ടാബ്ലറ്റ്സ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് മീൻ ചെയ്യുന്നത്. വെബ്സ്റ്റർ പാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോക്സ്. അതിൽ ഇങ്ങനെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടാകും. അപ്പം അതിൽ ഓരോ ഡേറ്റിൻ്റെ അടിയിലും ഒരു ബോക്സ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരേ സെയിം ഡേയിൽ, ഇപ്പോൾ മോർണിംഗ് ആണെങ്കിൽ മൺഡേ മോർണിംഗിൽ മാത്രം, അപ്പോൾ മോർണിംഗിൽ പിന്നെ ഈവനിങ്, നൈറ്റ് എന്നുള്ളൊരു ബോക്സ് ഉണ്ടാകും. അപ്പോൾ മോർണിംഗിലുള്ള മെഡിസിൻ എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിട്ട് വെക്കും. നെക്സ്റ്റ് ബോക്സിൽ അങ്ങനെ, അതാണ് വെബ്സ്റ്റർ പാക്ക്. അപ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കൊടുക്കണം.
this is the type of Webster pack. You will be getting Webster pack from this hospital, so you won't get any confusion over this. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ പറയാം. അപ്പം റിമൈൻഡർ ഇപ്പം നമുക്ക് ഇപ്പം പെട്ടെന്ന് തന്നെ വെബ്സ്റ്റർ പാക്ക് കാണുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നൈറ്റ് ഓർ ഈവനിങ് ഓർ മോർണിംഗ് ഇത് ടൈം അക്കോർഡിംഗ്ലി നമുക്കത് നോക്കിയിട്ട് പേഷ്യൻറ്റിന് മെഡിസിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വെബ്സ്റ്റർ പാക്കിനെ കുറിച്ച് നമുക്ക് ഇപ്പം ടാബ്ലറ്റ് ഓർഗനൈസർ എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾക്ക് വെബ്സ്റ്റർ പാക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ അത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജ് ടാസ്ക് കിട്ടുമ്പോഴും അതിൽ വെബ്സ്റ്റർ പാക്കിൻ്റെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടാക്കും. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് വെബ്സ്റ്റർ പാക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ടാബ്ലറ്റ് ഓർഗനൈസറോ അല്ലെങ്കിൽ റിമൈൻഡറോ അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അഗൈൻ പറയുകയാണ് റിമൈൻഡർ ഓൺ ഹിസ് ഫോൺ ഫാമിലി സപ്പോർട്ട്. ഇപ്പോൾ റിമൈൻഡർ എന്തെങ്കിലും ഫോണിൽ വെക്കാൻ പറയാം. അപ്പോൾ ഐ സ്ട്രോങ്ലി ഇപ്പം മിസ്റ്റർ ജോൺ എന്നാണ് ആ പേഷ്യൻ്റെ പേര് പറയുന്നതെങ്കിൽ മിസ്റ്റർ ജോൺ ഐ വുഡ് ലൈക്ക് ടു റെക്കമെൻഡ് യു വൺ മോർ തിങ്. എന്തുവാ ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റിമൈൻഡർ, ട്രൈ ടു കീപ് എ റിമൈൻഡർ ഓൺ യുവർ ഫോൺ വെനെവർ യു വാണ്ട് ടു ടേക്ക് ദ മെഡിസിൻ. അതൊരു കാര്യമായിട്ട് പറയാം. അതിനുശേഷം പിന്നെ ഗെറ്റ് എ മോർ ഫാമിലി സപ്പോർട്ട്. If you explain all this tablet information and everything with your family, അല്ലെങ്കിൽ നിന്റെ ഫാമിലിയോട് നിന്റെ ഡിസ്ചാർജിന്റെ കാര്യം, ഡിസീസിന്റെ കാര്യം അല്ലെങ്കിൽ മെഡിക്കേഷന്റെ കാര്യം പറഞ്ഞാൽ മേ ബി അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്കത് വളച്ചൊടിച്ച് എന്നെ ഒരു സെന്റൻസ് ആക്കാനുള്ള പെട്ടെന്നൊരു ഇത് വേണം. എന്താ പറയുക, ഒരു ഓർമ്മ അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അഡ്വൈസ് ആണ്. Patients to speak to the doctor on duty about pain reliefന്റെ കാര്യം അവർ പറയുന്നത്. കാരണം പേഷ്യൻറ്റിൻ്റെ ഒരു ടാസ്ക് കണ്ടപ്പോൾ നമ്മൾ കണ്ടു എന്തുവാ പിന്നെ പെയിൻ മെഡിക്കേഷൻ എനിക്ക് എടുക്കാമോ ഇല്ലയോ, പെയിൻ വരുമ്പോൾ എടുക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കും ഇൻ്റർലോക്യൂട്ടർ. അങ്ങനെ ഒരു ടാസ്ക് അവിടെ വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ നോർമലി ഇങ്ങനെ ഒരു അഡ്വൈസ് ഫ്രം ദ ഡോക്ടർ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ ഓഫ് കോഴ്സ് യു ക്യാൻ ടേക്ക് ദ മെഡിക്കേഷൻസ് അക്കോർഡിംഗ് ടു യുവർ പെയിൻ ലെവൽ വെനെവർ യു ആർ ഗെറ്റിംഗ് പെയിനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ബട്ട് ഇവിടെ അഡ്വൈസ് ഫ്രം ദ ഡോക്ടർ ഓൺ ഡ്യൂട്ടി ഡോക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു ഷുഡ് നോട്ട് സേ ദാറ്റ് ആസ് എ നേഴ്സ് യു ഷുഡ് നോട്ട് എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് മെഡിസിൻ എടുക്കാമെന്ന് നമുക്ക് പറയല്ല. So instead of that, you can also advise, അല്ലെങ്കിൽ I strongly advise you to get more information regarding it from the duty doctor എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ I'll arrange an discussion with the duty doctor എന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിനോട് പറയാം. അതാണ് അഡ്വൈസ് എന്നവിടെ പറയുന്നത്. നെക്സ്റ്റ് അബൌട്ട് ദ പെയിൻ, ദാറ്റ്സ് ഓൾറെഡി ഓവർ. കണ്ടീഷൻ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഈ പെയിൻ മെഡിക്കേഷൻ്റെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ നെക്സ്റ്റ് വരുന്നത് example symptoms, get worse, contact the hospital, check up with GP and explore any other patient's concern. Okay, പിന്നെ ഉള്ളത് in between നമുക്ക് പറയാം, if after the discharge if you get any worsened symptoms, if the symptoms worsen, you can also contact hospital. So here is a brochure. ഇതൊന്നും അവിടെ പറഞ്ഞില്ല, ബ്രൗഷർ തരാമെന്നോ അല്ലെങ്കിൽ ഫോൺ നമ്പർ, here is your ഫോൺ നമ്പർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫോൺ നമ്പറിൽ വിളിച്ചാൽ you can contact it any time whenever you need എന്നുള്ള രീതി നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ here is your brochure, all the information we have it's already consist in this brochure എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബ്രൗഷർ കൊടുക്കുന്ന രീതിയിൽ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് നോർമലി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കാം. വീണ്ടും നമ്മൾ റീഅഷ്യൂർ ചെയ്യുക, എന്തോ ഹോസ്പിറ്റലിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും എപ്പോൾ വേണമെങ്കിലും, അല്ലെങ്കിൽ GPയുടെ അടുത്ത് പോകാം നിങ്ങൾക്ക് വേഴ്സൺ ആകുമ്പോഴത്തേക്കും എന്നുള്ള രീതിയിൽ നമുക്കൊരു റീഅഷ്യൂറൻസും കൂടെ കൊടുക്കാം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആവുന്നുണ്ടോ ഇല്ലയോ, ആർ യു ഗെറ്റിംഗ് മീ എന്നുള്ള രീതിയിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ മതി. ഓക്കെ, എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഒരു സെഷൻ നമുക്ക് വീണ്ടും ഒരു ടാസ്ക് കൂടെ, ഒരു സ്പീക്കിംഗ് ഇപ്പം കുറേ അധികം ടാസ്ക് ഞാൻ പറഞ്ഞു, 5-6 ടാസ്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം മ്യൂക്കസ് പ്ലഗ്ഡ് ഇൻ ദ ത്രോട്ട്, അതൊരു ടാസ്ക് ആയിരുന്നു. റിലേറ്റഡ് കോഫ്, റിലേറ്റഡ് സ്മോക്കിംഗ് സെസേഷൻ്റെ കാര്യം, അതുപോലെ തന്നെ മദറിൻ്റെ സണ്ണിൻ്റെ കൺസേൺ, ഡിമെൻഷ്യ ഉള്ള മദറിനെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ സണ്ണിൻ്റെ കൺസേൺ മദർ ബ്ലഡ് റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ ഒരു സ്മോൾ ചൈൽഡിനെ കൊണ്ടുവന്നിട്ട് ഒരു UTI അല്ലെങ്കിൽ ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ എന്നുള്ളൊരു ടാസ്ക് കൂടെ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നെക്സ്റ്റ് ടാസ്ക്,
ഇതാണ് 4-year-old. ഇത് പേഷ്യന്റിന്റെ ആണ്. You don't need to concentrate more on it. The patient, ഇതത് interlocutor, whatever they are just going to say you. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എന്തായാലും എക്സാമിന് കാണുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, just for a few seconds. Suspected bladder infection ആണ് കൊച്ചിന്, which gets frequently, and the doctor has requested urine sample from the mother or whatever it may be, mother or father. അതൊക്കെ പറയുന്നത് നമ്മൾക്ക് മുമ്പിലിരിക്കുന്ന ഇന്റർലോക്യൂട്ടർ ആ സമയത്ത് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ജെൻഡർ, ഇപ്പൊ ഫീമെയിൽ ആണോ മെയിൽ ആണോ, അപ്പൊ അവരോട് പേര് ചോദിക്കുക, അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് ആൻസർ ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ when asked to say you need to get urine sample from your daughter, അതിപ്പോൾ മദറോ ഫാദറോ ആയിരിക്കാം, പാരന്റ് എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് നെയിം ചോദിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ പിന്നെ ടാസ്കിൽ, അതായത് പേഷ്യന്റ് ടാസ്ക്, നേഴ്സ് ടാസ്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് കാർഡിൽ. അത് ഇതിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് റിക്വസ്റ്റ് ടു സീ യു. അപ്പം അതാണ് ഫസ്റ്റ്. നമുക്ക് ഇതൊരു ക്ലിനിക്, നമ്മൾ ആദ്യം കണ്ടു, ഒരു ക്ലിനിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. നേരത്തെ നമ്മൾ ചെയ്തത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിരുന്നു. അപ്പൊ ക്ലിനിക് ബേസ്ഡ് ആകുമ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് ടു ask the name of the patient or name of the parent or with whom you are just going to talk. ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും അല്ലെങ്കിൽ എന്തുവാ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അത് നമുക്ക് വിതിൻ 3 minutes നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് എ പേഷ്യന്റ് ഇസ് ന്യൂ ഫോർ യു. ഇത് പുതിയൊരു പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ പുതിയൊരു കൊച്ചാണ്, റീസൺ അത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ വാട്ടെവർ ഇറ്റ് മേ ബി, ഇതൊരു കൊച്ചാണ് വരുന്നത്, അതിൻ്റെ കൂടെ അമ്മയോ അപ്പനോ ആയിരിക്കാം, പാരന്റ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് ഫസ്റ്റ് 3 minutes യു ഷുഡ് നോട്ട് ആസ്ക് എനി നെയിം ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഷുഡ് നോട്ട് ഈവൻ ടോക്ക് ദാൻ. 3 minutes നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ആഫ്റ്റർ 3 minutes when you will get a 5 minutes from that time. അതിന് മുമ്പ് ആ ഒരു ഫസ്റ്റ് ടൈം ഓൺവേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ എന്തുവാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലിനിക് ബേസിലാണ് അമ്മേനോടോ അച്ഛനോടാണോ സംസാരിക്കുന്നത്. സോ ഹൗ ക്യാൻ ഐ അഡ്രസ് യു എന്ന് ചോദിക്കുന്നതിന് പകരം ആദ്യമായിട്ട് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഇതിപ്പോൾ ഡിസീസ് കണ്ടീഷൻ ആണോ അല്ലയോ, എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ക്ലിനിക് ബേസിൽ ചോദിക്കുമ്പോൾ പേര് ചോദിക്കാണ്ട് എപ്പോഴും നമുക്ക് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, അത് ചോദിച്ചതിന് ശേഷം വീണ്ടും അവർ പറയും ദ റീസൺ വൈ ഐ എം ഹിയർ, അല്ലെങ്കിൽ വൈ ഐ എം ഹിയർ വിത്ത് മൈ ചൈൽഡ് എന്നുള്ള റീസൺ പറഞ്ഞ ശേഷം ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ യു ഹാവ് ടു അഡ്രസ് ദ കൺസേൺ ഓഫ് ദ പേഷ്യന്റ് ഓർ പേഷ്യന്റ് പാരന്റ്. പേഷ്യന്റ് പറയുന്ന കൺസേൺ പറയും, ഓ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് യുവർ ഡോട്ടർ അല്ലെങ്കിൽ യുവർ സൺ ഈസ് സഫറിംഗ് ഫ്രം സോ ആൻഡ് സോ, ബട്ട് ഡോണ്ട് വറി, we all are here to help you. We are just going to give you best treatment from this clinic, no, whatever it may be. ക്ലിനിക്കിൻ്റെ പേരുണ്ടെങ്കിൽ അതങ്ങനെ നമുക്ക് എടുത്തിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ഫൈൻഡ് for the patient request to see you. അത് നമ്മൾ ഓൾറെഡി ചോദിച്ചു, why you are here, how can I help you എന്ന് ചോദിക്കുമ്പോൾ തന്നെ പേഷ്യന്റ് ഓൾറെഡി പറയും എന്തുവാണ്. ഓക്കെ, സോ ഔട്ട്ലൈൻ ദ യൂറിൻ കളക്ഷൻ പ്രോസസ്. ദ നോർമൽ തിങ് നമ്മൾ ചെയ്യുന്നതാണ്. യൂറിൻ കളക്ഷൻ്റെ പ്രോസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ്സ് ഗേൾ ടു ഡ്രിങ്ക് വാട്ടർ ടു ഫിൽ ബ്ലാഡർ. ഇത് കൂടുതലായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് സെഷൻ തന്നെ ആയിരിക്കും. കൂടുതൽ കുറേ അധികം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ള, ഇതൊരു എക്സാമിൽ വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് വായിക്കുമ്പോൾ തന്നെ. ഇതിൽ എക്സാമ്പിൾ ഗെറ്റ് ഗേൾ ടു ഡ്രിങ്ക് വാട്ടർ ടു ഫിൽ ബ്ലാഡർ അത് പറയുന്നുണ്ട്. മിഡ് സ്ട്രീം എങ്ങനെ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. Stress the importance of non-contaminated with a sample. Example, reliable test result, cause of bladder infection not identified, and outline the next step after sample collection, take to the clinic within 12 hours. കാര്യങ്ങൾ, അതായത് മിഡ് സ്ട്രീം യൂറിൻ ടെസ്റ്റ് എങ്ങനെ എടുക്കുവാന്ന് അപ്പം നമുക്ക് പറയാം. I just would like to explain you how to take this urine from your daughter എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. So this is a container എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So you should not contaminate with it. It will lead to some other unreliable അല്ലെങ്കിൽ abnormal ആയിട്ടുള്ള റിസൾട്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം പേഷ്യന്റിനോട്. Okay, so when to take and midstream, how to take all this, you have to explain to the mother or father. സോ ഇവിടെ ഇത് ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്തതിന് ശേഷം കാരണം പേഷ്യന്റ് അവിടെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് പേഷ്യന്റ് ഇത് കണ്ടപ്പോൾ ഇന്റർലോക്യൂട്ടർ വിൽ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ ദാറ്റ് within how many hours I have to just carry this sample to the hospital or clinic ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആൻസർ within 12 hours you have to bring that urine to the clinic എന്നുള്ള രീതിയിൽ. So first we will do dipstick. After, if there is any abnormality, if we found, we will
transfer or we will shift this urine sample to another laboratory എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആസ് യൂഷ്വൽ നോർമലായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് give information about bladder infection in children and common caused by reluctance to pee, lack of hydration. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞു കൊടുക്കുകയാണ്. ചിലപ്പോൾ കൊച്ചു റിലക്റ്റൻ്റ് ആയിരിക്കും യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൈഡ്രേഷനായിട്ട് വെള്ളം കുടിക്കാതെ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിലൊക്കെ ഈ എഡ്യൂക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. പാരൻസിനോട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഐ സ്ട്രോങ്ലി എഡ്യൂക്കേറ്റ് യു, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഡ്രിങ്കിങ് വാട്ടർ നല്ലപോലെ കൊടുക്കുക, അല്ലെങ്കിൽ നഴ്സറിയിൽ നമ്മൾ പറയുക. ഇതിനടിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക ടീച്ചേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ. അത് നഴ്സറിയിൽ പോകുമ്പോഴത്തേക്കും കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മദർ ഓർ ഫാദർ കൂടുതൽ വറീഡ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻകറേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ കുറേ അധികം ഇൻഫർമേഷൻ കൊടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇത്രയും നോർമൽ ആയിട്ടുള്ള ഇത്രേ ഒരു സെക്ഷനേ ഉള്ളൂ നമുക്ക് ടാസ്ക്. കാരണം ഇത് എപ്പോഴും നിങ്ങൾ കമ്പോസ് ചെയ്ത ടാസ്ക് തന്നെയായിരിക്കും, പക്ഷെ എക്സാമിന് വന്നപ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആവരുത്. ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന എല്ലാ ഡിഫറെൻറ്റ് നമുക്ക് ടാസ്കുകളും ഇടയ്ക്കെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്പീക്കിങ്ങിന് വരുന്നത്. അതുകൊണ്ട് വളരെയധികം ഈസി ആയിട്ട് കൺസിഡർ ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ഫ്രം റൈറ്റിംഗ്. നമുക്ക് റൈറ്റിംഗ് ഇപ്പം ഈ സ്പീക്കിങ്ങിൽ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എന്തെങ്കിലും റൈറ്റിങ്ങിൻ്റെ നിങ്ങൾക്ക് കണ്ടു കാണും. നമ്മൾ 2 ടാസ്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, ഞാൻ ദെൻ അതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, ദെൻ അഗൈൻ നമുക്ക് 4th December OET exam tasks from different countries. അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് ലൈവ് സെഷൻ ബിഗിൻ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പം മെയിനായിട്ട് ഒരു റൈറ്റിംഗ് സെഷൻ ആയിരിക്കും നിങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. ഒരെണ്ണം കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് അവിടെയൊക്കെ എക്സാം എഴുതിയവരിൽ നിന്ന് കളക്ട് ചെയ്തപ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു അലിസൺ കൂപ്പറിൻ്റെ ലെറ്റർ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ കമ്പോസ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എഴുതി കാണും ആ ലെറ്റർ. സോ ആസ് ഇറ്റ് ഇസ് അതേപോലത്തെ ഒരു ലെറ്ററാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് പിന്നെ ഇവാജോൻ്റെ നിങ്ങൾ ഓൾറെഡി അതും പിന്നെ അറിഞ്ഞു കാണും. ആ ഒരു ടൈപ്പ് ഓഫ് ലെറ്ററും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവാജോണിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മിക്കവാറും. ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ടാസ്ക് യു ആർ എ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ്. റൈറ്റ് എ ലെറ്റർ ടു പേഷ്യൻസ്. ഇറ്റ്സ് നോട്ട് ഇവാജോൺ, സോറി, ഇവാജോണിൻ്റെ അല്ല. പിന്നെ ഇത് റേച്ചൽ ക്ലാർക്കി. ദ പേഷ്യൻ്റ് നെയിം ഇസ് റേച്ചൽ ക്ലാർക്കി. ഇത് കേരളത്തിൽ വന്ന ടാസ്ക് അല്ല കേട്ടോ. റേച്ചൽ ക്ലാർക്കിൻ്റെ അനദർ ഗേളിൻ്റെ, അത് ഒരു 15 year ഏജ് ആയിട്ടുള്ള ഒരു ഗേളിൻ്റെ പിന്നെ ടാസ്ക് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റിൽ MS എന്നിട്ടിട്ടുണ്ട്. 15 year old റേച്ചൽ ക്ലാർക്കിനെ ബ്രാക്കറ്റിൽ MS എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടാസ്ക് യു ആർ എ സ്കൂൾ ഹെൽത്ത് നേഴ്സ്, റൈറ്റ് എ റെഫർ ലെറ്റർ ടു പേഷ്യൻസ് GP. അതായത് പേഷ്യൻറ്റിൻ്റെ GPയിലേക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. പേഷ്യൻ്റെ പേര് റേച്ചൽ ക്ലാർക്കി എന്നുള്ള പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഹർ ഫാദർ ഈസ് സ്റ്റേയിങ് വിത്ത് ഹേഴ്സ് ന്യൂ ഗേൾ ഫ്രണ്ട്. സോഷ്യൽ ഹിസ്റ്ററി കുറച്ച് കൂടുതലായിട്ട് സോഷ്യൽ ഹിസ്റ്ററി ഇവിടെ പറയുന്നുണ്ട്. കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് കൊച്ചിനുള്ളത്. അപ്പം ഈ കൊച്ചിൻ്റെ നമ്മുടെ റേച്ചൽ ക്ലാർക്കി ഫാദർ ഈസ് സ്റ്റേയിങ് വിത്ത് ഹിസ് ന്യൂ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ ഡിവോഴ്സ്ഡ് ഫ്രം ഹർ മദറിൽ നിന്ന് ഡിവോഴ്സ് ആയതിനു ശേഷം ഫാദർ ഈസ് സ്റ്റേയിങ് വിത്ത് ന്യൂ ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് മദർ ഹാസ് ബീൻ സഫറിങ് ഫ്രം ഡിപ്രഷൻ. ആ ഒരു ഡിസീസ് കണ്ടീഷനാണ് മദറിന് അവർ സോഷ്യൽ ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത്. മദറിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അതൊരു ഡിസീസ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും വരുന്നത് കുറേ അധികം ഡേറ്റുകൾ തന്നിട്ട് അവരുടെ കംപ്ലൈൻറ്റ്സ് പറയുവാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 9/9/2021, again 10/9/2021, again 3/10/2021, again 4/12/2021. അതായത് എക്സാം ഡേറ്റ് ആണ് അന്നത്തെ ലെറ്ററിന് കൊടുത്തിരിക്കുന്നത്. 4/12/2021, December 4, 2021 കൊച്ചിൻ്റെ ലാസ്റ്റ്
എപ്പിസോഡ് അല്ലെങ്കിൽ കൊച്ചിനെ ലാസ്റ്റ് പിന്നെ ക്ലിനിക്കിൽ വന്നിരിക്കുന്ന ഒരു ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എക്സാം ഡേറ്റ് എഴുതുമ്പോൾ ടുഡേ അല്ലെങ്കിൽ ഇന്നത്തെ മുകളിൽ നമ്മൾ ഉറപ്പായിട്ടും എക്സാം ബേസിക് ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നുണ്ട്. അപ്പം അത് കുറേ അധികം ഡേറ്റ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. 5-6 ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് ഇതിൽ. അതിൽ നമുക്ക് എക്സാം എഴുതേണ്ട ഡേറ്റ് അല്ലെങ്കിൽ ലെറ്ററിൽ എഴുതേണ്ട ഡേറ്റ് 4/12/2021 ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഡേറ്റുകൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്, ഇപ്പം പ്രസൻറ്റഡ് ഒക്കെ ആണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പം ഓൾ നൈറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല പേഷ്യൻ്റ്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രസൻറ്റഡ്, റിട്ടേൺ, റീപ്രസൻറ്റഡ് അങ്ങനെയൊക്കെയുള്ളൊരു വേർഡ് ആയിരിക്കും നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും വാസ് അഡ്മിറ്റഡ് എന്നുള്ള ഒരു വേർഡ് വരത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന 4th ഡിസംബറിൽ നമ്മൾ ഡേറ്റ് ഇടുന്നു. അതിനുശേഷം കംപ്ലൈൻസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻസ് ഇപ്പം മുമ്പ് ഒരു 4 ഡേറ്റ്സ് അവർ പറയുന്നുണ്ട്, 4 to 5 ഡേറ്റ്സ്. അതിലെല്ലാം ഒരുപാട് മൈനർ ഇൽനെസ് വരുന്നുണ്ട്. അതിൽ 9th സ്റ്റൊമക് പെയിൻ, പിന്നെ ഡിസ്നസ്, എപ്പിസോഡ് ഓഫ് ലെഗ് പെയിൻ, ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും 9 പുറകോട്ടാണ് ഞാൻ പറയുന്നത്. 10/9/2021 ലെഗ് പെയിൻ വന്നിട്ടുണ്ട്, സോർ ത്രോട്ട് ഇങ്ങനെയുള്ളത്. വീണ്ടും 3rd 10/2021 സോർ ത്രോട്ട്, ലെഗ് പെയിൻ, സ്റ്റൊമക് പെയിൻ അഗെയിൻ. പിന്നെ ഫസ്റ്റ് അഗെയിൻ നെക്സ്റ്റ് ലാസ്റ്റ് എപ്പോഴാണ് അവർ അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ ഓൺ 4/12/2021. അപ്പം അന്ന് പേഷ്യൻ്റ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുവാണ് വിത്ത് കംപ്ലൈൻറ്റ്സ് ഓഫ് ഡിസ്നസ് ആൻഡ് നോസിയ. ഇപ്പം കൊച്ചിന് പ്രസന്റ്, അതായത് നമ്മൾ ആരാ, നമ്മൾ യു ആർ എ സ്കൂൾ ഹെൽത്ത് നേഴ്സ് എന്ന് ഓൾറെഡി ഇവർ പറയുന്നുണ്ട്. സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഓൾറെഡി നമുക്ക് പേഷ്യൻറ്റിൻ്റെ GPക്ക് ലെറ്റർ എഴുതുക ചെയ്യുന്നത്. അപ്പം ഈ സ്കൂൾ ഹെൽത്ത് നേഴ്സിൻ്റെ അടുത്ത് വന്ന് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഇതിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എഴുതുന്നുണ്ട്. ഫാദറിന് എന്താണ്, മദർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ച് നമ്മുടെ റേച്ചൽ ക്ലാർക്ക് യൂസസ് അല്ലെങ്കിൽ സ്മോക്സ് 3 to 4 cigarettes in a day എന്ന് പറയുന്നുണ്ട്. അതിന് ഷീ ഈസ് നോട്ട് ആക്റ്റീവ് ഇൻ ദ ക്ലാസ് ആൻഡ് ഷീ ഹാസ് നോ കണക്ഷൻ വിത്ത് ഹർ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ ഹിസ്റ്ററിയിൽ വേണം. അപ്പം നോൺ കേസ് ആണ് നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ടാകും, കാരണം സ്വന്തം GPയിലേക്കാണ് എഴുതുന്നത് കൊണ്ട്. അപ്പം ഈ ഇൻഫർമേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ അമ്മയ്ക്ക് ഡിപ്രഷനാണ്, അപ്പൻ പിന്നെ സ്റ്റേ ചെയ്യുന്ന ന്യൂ ഗേൾഫ്രണ്ട് അടുത്താണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വേണ്ട വരത്തില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ഇൻഫർമേഷൻ നോൺ ബൈ GP അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ പർട്ടിക്കുലർ ഡേറ്റ് വെച്ചിട്ട് ചെയ്യുവാനും നമുക്ക് ചിലപ്പം ഒരു കുറെ നാളുകൾ മുമ്പായിരുന്നു എങ്കിലും GPക്ക് ഓൾ ദ ഇൻഫർമേഷൻ ചിലപ്പം അറിയാമായിരിക്കും. അത് നോൺ കേസ് ആയതുകൊണ്ട് നമ്മൾ സോഷ്യൽ ഇൻഫർമേഷൻ കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിന് മുമ്പ് നമുക്ക് ഡയഗ്നോസിസിൽ പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുന്നത് ഇവർക്ക് ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ആങ്സൈറ്റി, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പേഷ്യൻറ്റ് GPയിലേക്ക് അയക്കുമ്പോൾ നമുക്ക് 2 അസസ്മെൻറ്റ് പറയാം. രണ്ട് പർപ്പസ് പറയാം. വേണമെങ്കിൽ അസസ്മെന്റ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് GPക്കാണ്. അപ്പോൾ സപ്പോർട്ട് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയതുകൊണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റും എന്താ, സപ്പോർട്ട് ആൻഡ് അസസ്മെന്റ്, 2 എണ്ണം. ഓക്കെ, പർപ്പസ് നമുക്ക് ആ രീതിയിൽ പറയാം. ഇൻട്രൊഡക്ഷനിൽ പ്രോബ്ലം എഴുതുമ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഗോ ഫോർ എനി സസ്പെക്ഷൻ കേസ് ഓർ പോസിബിൾ ഓർ സസ്പെക്ഷൻ ഓർ ലൈക്ലി, ഇത് ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം there is no ക്ലിയർ കട്ട് ഐഡിയ ഓഫ് ഡയഗ്നോസിസ് ചെയ്യുക. ഇവിടെ ഒരു ആങ്സൈറ്റി ആണ് എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്തത് മുഴുവനും പോസിബിൾ അല്ലെങ്കിൽ അന്നുള്ള രീതിയിൽ ആങ്സൈറ്റി ഉണ്ട്. കാരണം ഈ കുഞ്ഞു മൈനർ ഇൽനെസ് ഒക്കെ അതിലേക്കാണ് ലീഡ് ചെയ്യുന്നുള്ള രീതിയാണ് ഈ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഈ മൈനർ ഇൽനെസിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി സസ്പെക്റ്റഡ് ടു ഹാവ് ഓർ അസസ് ടു ഹാവിനെക്കാട്ടും കൂടുതലായിട്ടും കുറച്ചുകൂടെ പോസിബിൾ ഓർ ലൈക്ലി എന്നുള്ള രീതിയിൽ ആങ്സൈറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സപ്പോർട്ടും അസസ്മെന്റും GPയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ നോൺ കേസ് ഓഫ് യുവേഴ്സ് ഓഫ് കോഴ്സ് നിങ്ങൾ ഡിപ്പെൻസ്, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത്. നോൺ കേസ് ഓഫ് യുവേഴ്സ് 2 കോമയിലിട്ടിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ആ രീതിയിൽ നോൺ കേസ് ആയതിനാൽ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതിനുശേഷം നെക്സ്റ്റ് ബോഡി പാര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും പിന്നെ ഫാമിലി ഹിസ്റ്ററി. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരുവാണ്, ഇതിൽ സോഷ്യൽ ഹിസ്റ്ററി എഴുതണോ വേണ്ടയോ, ഇത് കുറേ നാൾ മുമ്പുള്ളതാണോ. സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കോഴ്സ് നോൺ കേസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എഴുതണമെന്ന് ഒരു സെമി റിലവൻ്റ് എങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ആസ് യു നോ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡസൻറ്റ് മാറ്റർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ
മെയിൻ ആയിട്ട് ബോഡി പാരയിൽ ഐ പ്രിഫർ ടു റൈറ്റ് നമ്മൾ കൂടുതലായിട്ട് എഴുതേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഇന്ന ദിവസം, അതായത് ഫസ്റ്റ് നമ്മൾ പോകണം. ഏറ്റവും ലാസ്റ്റ് എടുത്ത ഡേറ്റിൽ എപ്പോഴാണോ ഫസ്റ്റ് ഡേറ്റിൽ എപ്പോഴാണോ ഈ കൊച്ച് സ്കൂൾ ഹെൽത്ത് നേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ചത്, അല്ലെങ്കിൽ എന്ത് കംപ്ലയിൻസ് കൊണ്ടാണോ വന്നത്, അത് ഒരു പ്രാവശ്യം ഒരു എപ്പിസോഡായിട്ട് എഴുതാം. അപ്പം റേച്ചൽ ക്ലാർക്കി എന്നാണ് പറയുന്നത്. അപ്പം മിസ് ക്ലാർക്കി പ്രസന്റഡ് ടു ക്ലിനിക് അല്ലെങ്കിൽ സ്കൂൾ ഹെൽത്ത് സർവീസിനോ സെന്ററിനോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും. സെന്റർ with a complaint or what. If one complaint means with a complaint, ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന എടുത്ത് അല്ലെ അൺകൗണ്ടബിൾ കൗണ്ടബിൾ ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഏത് സിംറ്റം ആണോ അതിലുള്ളത് അത് അക്കോർഡിംഗ്ലി നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അഗെയിൻ സോ മെനി, അതായത് കുറേ അധികം സിംറ്റംസ് വീണ്ടും ഇന്ന ഡേറ്റിൽ കുറേ സിംറ്റംസ് അഗെയിൻ ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പം കുറച്ച് 5-6 സിംറ്റംസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ വരുമ്പോഴത്തേനും ഡിഫറെന്റ് ആയിട്ട് ഇപ്പം പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റെ പേര് ക്ലാർക്കി റീപ്രസെന്റഡ് വിത്ത്, ക്ലാർക്കി റീറ്റെയിൻഡ് വിത്ത് ആൻഡ് സബ്സിക്വന്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ ഓൺ സബ്സിക്വന്റ് ഡേയ്സ് അല്ലാതെ തന്നെ നമുക്ക് ഫ്യൂ ഡേയ്സ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ എ വീക്ക് ലേറ്റർ, എത്ര ദിവസം ഉണ്ടോ ഇൻ ബിറ്റ്വീനിൽ. അതിപ്പം 9-ാം തീയതി വന്നിട്ട് ഇനിയിപ്പോൾ ഒരു 15-ാം തീയതിയാണ് വരുന്നതെങ്കിൽ അത് 18-ാം തീയതിയാണ് വരുന്നത്, 1 വീക്ക് ലേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എ വീക്ക് ലേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഇതിലിപ്പോൾ 5-6 ഡേറ്റുകളിൽ ടൈപ്പ് ഓഫ് സെയിം സിംറ്റംസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോ സിംറ്റംസ് എടുത്തെഴുതേണ്ട കാര്യമില്ല. നേരത്തെ ഒരു ലൈവിൽ നമ്മൾ ഓൾറെഡി സെഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വേണമെങ്കിൽ എക്സാസർബേറ്റ് ആവുകയാണെങ്കിൽ എക്സാസർബേറ്റഡ് സിംറ്റംസുമായിട്ട് പേഷ്യന്റ് റിട്ടേൺ ചെയ്തെന്ന് പറയാം. അല്ലെങ്കിൽ ക്ലാർക്കി റീപ്രസെന്റഡ് വിത്ത് എക്സാസർബേറ്റഡ് സിംറ്റംസ് എന്നുള്ള രീതിയിൽ പറയാം. അതല്ലെങ്കിൽ ഇപ്പം ഒരു ആദ്യം 5-ാം തീയതി ലെഗ് പെയിൻ വന്നു, 6-ാം തീയതി ലെഗ് പെയിനും വന്നു, സോർ ത്രോട്ടും വന്നെങ്കിൽ വീണ്ടും ലെഗ് പെയിൻ എന്ന് എഴുതണ്ട, പ്രീവിയസ് സെയിം കംപ്ലയിൻസ് അലോങ് വിത്ത് സോർ ത്രോട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെയും ഒരു സെന്റൻസ് ഫോർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയും സിംറ്റംസ് ഈ 5 എപ്പിസോഡും ഓൾ ടുഗെദർ എഴുതണ്ട. ആദ്യത്തെ ഒരു ഡേറ്റ് മാത്രം എഴുതിയതിനു ശേഷം സബ്സിക്വന്റ് വീക്ക് അല്ലെങ്കിൽ സബ്സിക്വന്റ് ഡേയ്സിൽ പേഷ്യന്റ് വിത്ത് സെയിം അബൌവ് മെൻഷൻ കംപ്ലയിൻസുമായിട്ട് വന്നു, അലോങ് വിത്ത് എന്തെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതാന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിനുശേഷം ഡയഗ്നോസിസ് നമ്മൾ ഓൾറെഡി ആൻസൈറ്റി ആയിരുന്നു എഴുതിയിട്ടുണ്ട്. പിന്നെ പ്ലാൻ ഓഫ് ആക്ഷൻ. പ്ലാൻ ഓഫ് ആക്ഷനിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവിടെ പറയുന്നുണ്ട്. അതല്ലാണ്ട് അസസ്മെന്റ് സപ്പോർട്ടിന്റെ കാര്യം അതാണ് ഉദ്ദേശിച്ചത്, ആ സപ്പോർട്ട് അസസ്മെന്റ്. അപ്പം നമ്മൾ കൈൻഡ്ലി, ഇതൊരു ചെറിയ ലെറ്റർ ആണ്, 180 ഒരു 175 180 ഒരു 190 ഇത്ര വരെ ഒരു പോകുന്നേ ഉള്ളൂ. ഇപ്പം ഈവൻ നിങ്ങൾക്ക് സോഷ്യൽ ഹിസ്റ്ററി ആസ് യു നോ പറഞ്ഞ് ആഡ് ചെയ്താൽ പോലും ആ ഒരു രീതിയിലുള്ള പിന്നെ ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീസൺ കൂപ്പറിന്റെ ലെറ്റർ കിട്ടും ആസ് ഇറ്റ് സെയിം. പക്ഷേ അതിന്റെ സിംറ്റംസ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ ആ ഒരു രീതിയിലുള്ള ലെറ്റർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അഗെയിൻ വേറൊരു ലെറ്റർ നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, നിങ്ങളിപ്പം അത് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണും. അതിലാണ് ഇവാജോണിന്റെ ലെറ്റർ പറയുന്നത്. ഇവാജോണിന്റെ അതിന്റെ പിന്നെ നമുക്ക് അതിന്റെ ടാസ്ക് പറയുന്നത് റൈറ്റർ ട്രാൻസ്ഫർ ലെറ്റർ ആണ് അവിടെ പറയുന്നത്. റെഫർ ട്രാൻസ്ഫർ ലെറ്റർ ടു സ്കൂൾ ഹെൽത്ത് നഴ്സ്. ഇപ്പൊ ട്രാൻസ്ഫർ, റെഫർ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഡസന്റ് മാറ്റർ. ഇപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന പർപ്പസ് ഏതാന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതും ഒരു നോൺ കേസ് ആണ്. അപ്പം സ്കൂൾ ഹെൽത്ത് നഴ്സിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. അതൊരു നോൺ ആണ്. ആ പേഷ്യന്റിന് ചിലപ്പോൾ മേ ബി ആ പേഷ്യന്റ് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചായിരിക്കും, അതുകൊണ്ട് ആ സ്കൂൾ ഹെൽത്ത് നഴ്സിന് നമ്മൾ ലെറ്റർ എഴുതുന്നു. Patient name Eva John, 4 years old, and she has been suffering from atopic eczema since 2 years. ഇതൊരു നോൺ കേസ് ആണെന്നുള്ള ഓൾറെഡി അറിയാം. 2 years ആയിട്ട് അറ്റോപിക് എക്സിമ സഫർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആണ്. അതിൽ പിന്നെ പറയുന്നത് ഫോർ വിച്ച് ഷീ ഈസ് ഓൺ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആൻഡ് സം ടൈപ്പ് ഓഫ് ഇമോലിയന്റ്. ഇമോലിയന്റും കോർട്ടിക്കോസ്റ്റിറോയിഡ്സും ഓൾറെഡി ഈ പേഷ്യന്റ് യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഇമോലിൻ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ വിച്ച് അല്ലെങ്കിൽ ഷി ഹാസ് ബീൻ യൂസിങ് പ്രൊഫ്യൂസ്ലി എന്നോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ടാസ്കിലേക്ക് വരുമ്പോഴത്തേനും വേറൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ടാസ്കിൽ നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷനിൽ ഇമോലിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്ലാൻ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫോഴ്സ് ചെയ്ത് ഈ കൊച്ചു കൂടുതലായിട്ട് ഇമോലിൻ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു
ടാസ്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തണം, കാരണം ഇത് നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് ആവശ്യമാണെന്നത്. അപ്പൊ തന്നെ ഒരു പെന്നും കൊണ്ട് വല്ല സർക്കിളോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക എക്സാം ഇരിക്കുമ്പോൾ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ വരുമ്പോൾ. ഡയഗ്നോസിസ് പറയുന്നത് എക്സിമ സെക്കൻഡറി ടു സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നുണ്ട്. അത് പേർട്ടിക്കുലർ ഡയഗ്നോസിസ് തന്നെ, സസ്പെക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ഡയഗ്നോസിസ് തന്നെയായിട്ട് അവരവിടെ പറയുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ ടു ദ പാരൻസ് ആണ് പറയുന്നത്. ആദ്യം ഈ പേഷ്യന്റിന്റെ കംപ്ലൈൻറ്റ്സ് എന്താന്ന് പറയുന്നു, പേഷ്യന്റ് ഇപ്പം ഡയഗ്നോസിസ് എന്താന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇമോലൻറ്റും കോർട്ടിക്കോസ്റ്റോയിഡ്സും ഷി ഹാസ് ബീൻ യൂസിങ് ഫോർ ദ പാസ്റ്റ് 2 years, 2 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ patient complaints of pruritus, അതുപോലെ തന്നെ some blisters all over the body and scratching by the child, സ്ക്രാച്ചിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ കുറച്ച് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ വെക്കുക. അതിനുശേഷം ഇൻസ്ട്രക്ഷൻ ടു ദ പാരൻസ് ആണ് പറയുന്നത്. അപ്പൊ സ്കൂൾ ഹെൽത്ത് നേഴ്സിന് നമ്മൾ എഴുതുമ്പോൾ പാരൻസിനോട് പറഞ്ഞ കുറച്ച് ഇൻഫർമേഷനും, കാരണം വീട്ടിലും കൊച്ച് എത്തും, അതുപോലെ തന്നെ സ്കൂളിലും അതുപോലെ തന്നെ ആ ഒരു ടൈം തന്നെ നമുക്ക് സ്കൂളിലും പാരൻസിനോടും പറയേണ്ട ഇൻഫർമേഷനാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. പാരൻസിനോട് ഇപ്പൊ ലോണ്ടറിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പാരൻസിനോട് മെയിനായിട്ട് പറയേണ്ടത്. അപ്പൊ പാരൻസിനോട് ഇൻസ്ട്രക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ സെന്റൻസ് ഫോർമേഷൻ വേണം. ഓക്കെ, അപ്പൊ കൈൻഡ്ലി നിങ്ങൾ സാധാരണ എങ്ങനെയാ പ്ലാൻ ഓഫ് ആക്ഷൻ എഴുതുന്നത്, കൈൻഡ്ലി പ്ലീസ് നോട്ട് ദാറ്റ് എന്നൊക്കെ പറയത്തില്ലേ, എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാം. അപ്പൊ ഇൻസ്ട്രക്ഷൻ ടു ദ പാരൻസ്, ലെറ്റർ ടു ദ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ് ഒന്നും കൂടെ കീപ് ഇറ്റ് ഓൺ മൈ കീപ് ലീഷൻ ക്ലീൻ, അതിന്റെ കാര്യം പറയുന്നത്. ലീഷൻ ക്ലീൻ ആയിട്ട് നമ്മൾ വെക്കണം. അതുപോലെ തന്നെ ഫിസിഡിൻ ക്രീം 4 times in a day അവർ പറയുന്നുണ്ട്. പിന്നെ ഓൾവേസ് കീപ് ലീഷൻ ഡ്രൈ പറയുന്നുണ്ട്. ഹാൻഡ് വാഷ് ആൻഡ് ലോണ്ടറി ഇൻ ഹൈ ടെമ്പറേച്ചർ, നമ്മൾ വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ വേണമെന്ന് പറയുന്നുണ്ട്. ഇൻസ്ട്രക്ട് ടു, നമ്മൾ ഇതാ നേരത്തെ പറഞ്ഞ, ഇൻസ്ട്രക്ട് ടു റെഡ്യൂസ് ദ ഇമോലിയൻറ്റ് യൂസേജ്. ബിക്കോസ് ചൈൽഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. കാരണം അത് പ്രൊറൈറ്റിസും കാര്യങ്ങളൊക്കെ ചിലപ്പം അത് ലീഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പം അതുകൊണ്ട് ഇത് റെഡ്യൂസ് ദ യൂസേജ് ഓഫ് ദാറ്റ് അത് പറയുന്നുണ്ട്. പിന്നെ if problem gets worsened, patient also can come and attend GP or go and you instruct the patient or parents to attend GP when problem is worsened എന്നുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ ഒരു ടാസ്ക് ആയിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഇവർ പറയുന്നത് സിബ്ലിങ്സ് ആർ സ്റ്റഡിയിങ് ഇൻ സെയിം സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ പാരൻസ് ആർ ഫുൾ ടൈം വർക്കർ, അവർ ഒരു ഫുൾ ടൈം വർക്കറാണ്. ഇത്രയും ഇൻഫർമേഷൻ ആണ് ഓൾ ടുഗെദർ നമുക്ക് ലെറ്ററിലുള്ളത്. ഓഫ് കോഴ്സ് അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പം ഈ കൊച്ചിൻ്റെ എന്താണോ കണ്ടീഷൻ, സോ നോൺ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എ നോൺ കേസ് ഓഫ് യുവേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. അതിനുശേഷം പേഷ്യൻറ്റിന് എന്തുവാ വേണ്ടത്, ഇപ്പം ഫെർദർ ഇപ്പം നമ്മൾ GPക്ക് ഒന്നും അല്ല എഴുതുന്ന, ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സാണ്. അപ്പം കെയർ നമുക്ക് എന്നുള്ള രീതിയിൽ എഴുതാം. നേഴ്സുമാർക്ക് എന്തൊക്കെയാണോ എഴുതാനുള്ളത് എന്നുള്ള രീതിയിൽ അസിസ്റ്റൻസ് കൊടുക്കണം അല്ലെങ്കിൽ കെയർ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും പർപ്പസിൽ. അതിൽ പ്രോബ്ലം വരുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൽ കറക്റ്റ് ക്ലിയർ കട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. എക്സിമ ആണ്, സെക്കൻഡറി ടു സ്റ്റഫൈലോകോക്കസ് എഴുതിയിട്ടുണ്ട്. വീണ്ടും താഴേക്ക് വരുമ്പം ഇവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സ്കൂൾ ഹെൽത്ത് നേഴ്സിന് ഓൾറെഡി നോൺ ആണ്, അവർക്ക് അറിയാം ഓൾറെഡി ഇൻഫർമേഷൻ. അപ്പം അത് പറയണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷൻ, പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ്സ് ഓഫ് എന്തുവാ പേഷ്യൻ്റ് കൂടുതലായിട്ടും ഈ പ്രൂറൈറ്റിസും അതുപോലെ തന്നെ സ്ക്രാച്ച് ചെയ്യുന്നു, ഇമോലൻ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒരു ബോഡി പാരയിൽ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷനിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് കൈൻഡ്ലി നോ ദാറ്റ് യു നീഡ് മോർ സപ്പോർട്ട് ഫ്രം ദ ഫാമിലി, ലൈക്ക് കൈൻഡ്ലി ഇൻസ്ട്രക്ട് ദം ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം 1 by 1 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ആൻഡ് ഇട്ടിട്ട് എല്ലാം എഴുതണ്ടെങ്കിലും അതാ ഞാൻ പറഞ്ഞത് കൈൻഡ്ലി നോട്ട് അല്ലെങ്കിൽ പ്ലീസ് പിന്നെ ഫോർവേഡ് ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമോലിൻ യൂസിൻ്റെ കാര്യമൊക്കെ നമുക്കത് പറഞ്ഞു കൊടുക്കണം. കൈൻഡ്ലി ഇൻസ്ട്രക്ട് ദ പാരൻസ് ടു റെഡ്യൂസ് ദ യൂസേജ് ഓഫ് ഇമോലിയൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് പെട്ടെന്ന് തന്നെ വേർഡ് ഫോം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഇൻഫർമേഷൻ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ പറഞ്ഞു തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് പേഷ്യൻ്റ് 4th 12/2021, അതായത് എക്സാം നടക്കുന്ന അന്നാണ് പേഷ്യൻ്റ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അന്ന് വന്നപ്പോൾ GPയുടെ അടുത്ത് വന്നപ്പോൾ പേഷ്യൻറ്റിന് കുറച്ച് ഡിസിനസ്സും അതുപോലെ തന്നെ നോസിയ റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി പേഷ്യൻ്റ് ഒരു മെഡിസിൻ കമൻസ് ചെയ്തിട്ടുണ്ട്, മെറ്റോക്ലോപ്രമൈഡ് 4 mg for today, അല്ലെങ്കിൽ അത് ആ ഒരു 4th വേണ്ടിയിട്ട് അന്നത്തേക്ക് മാത്രമായിട്ട് ഒരു മെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം അത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ എഴുതണം. കാരണം അതൊരു ഇൻഫർമേഷൻ ഇസ് എ ന്യൂ ഫോർ ജി പി. ഈ ഒരു ന്യൂ ഇൻഫർമേഷൻ ഉറപ്പായിട്ടും, സോറി നോട്ട് ജി പി, സ്കൂൾ ഹെൽത്ത് നഴ്സിനോട് ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് സ്റ്റുഡൻസിന് മുഴുവനും ക്വസ്റ്റ്യൻ വന്നത് അല്ലെങ്കിൽ ഒരു ഡൗട്ട് വന്നൊരു കാര്യമാണ് ഇമ്മോലിൻ യൂസിനെ കുറിച്ച്. ആദ്യം തന്നെ പറയുമ്പോൾ 2 years ആയിട്ട് കൊച്ച് ഓൾറെഡി സഫർ ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് എക്സിമ എന്ന് പറയുന്നത്, അറ്റോപിക് എക്സിമ. അപ്പോൾ അതിന് അവർ യൂസ് ചെയ്യുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഇമ്മോലിൻ. കുറേ സ്റ്റുഡൻസ് അത് എഴുതിയിട്ടില്ല. ബട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എഴുതണം. ഇമ്മോലിൻ്റെ അത് കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലാൻ ഓഫ് ആക്ഷനിലേക്ക് വരുമ്പോൾ അത് റിഡ്യൂസ് അതിൻ്റെ റിഡക്ഷൻ ഓഫ് ദിസ് ഇമ്മോലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ചില ട്രിക്കി രീതിയിലും അവർ പറയും. അതായത് ട്രിക്കി, ഇപ്പം നോൺ കേസ് ആണെങ്കിൽ തന്നെ ഈ ഒരു പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. ബട്ട് അത് ഓഫ്കോഴ്സ് നമുക്ക് എഴുതിയില്ലെങ്കിൽ നമ്മുടെ മാർക്സ് പോകും. കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഇമ്മോലിൻ്റെ യൂസേജ് കുറയ്ക്കണം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പറയണമെങ്കിൽ അത് പറയണം ഉറപ്പായിട്ട്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ. അപ്പം നോൺ കേസ് ഒക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു പെൻ എടുത്തിട്ട് എഴുതി വെക്കുക, നോൺ ഏതാ അൺനോൺ ഏതാ, യു ഓർ കെ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. അപ്പം പെട്ടെന്ന് തന്നെ 1 by 1 ആയിട്ട്. ഇതിലിപ്പോൾ വലിയ ഗ്രാമാറ്റിക്കൽ കാര്യം, ഗ്രാമർ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഫോളോ ദ ഗ്രാമർ റൂൾസ് ആൻഡ് എവറിഥിങ്. ബട്ട് ഇതിൽ മെയിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും, നോർമൽ നല്ല സെൻറ്റൻസസ് ആണ് ഈ ലെറ്ററിൽ മെയിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിലും വലുതായിട്ട് നമുക്ക് ഫോർമേഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇപ്പം കൂടുതലായിട്ട് ക്യൂബുലേഷൻ ക്ലീൻ, ഫ്യൂസിൻ ക്രീം 4 times in a day for 7 days, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ തന്നെ ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ടാസ്ക് ഇനിയും റൈറ്റിംഗ് സ്പീക്കിങ്ങിൻ്റെ 1-2 ടാസ്ക് കൂടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ടൈം ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഇതായി, നമുക്ക് ടൈമായി. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ലൈവിന് ഫ്യൂ മോർ എന്താ ടാസ്ക് നമുക്ക് റിലേറ്റ് ചെയ്ത് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം റൈറ്റിങ്ങിലോ സ്പീക്കിങ്ങിലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം റേസ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ് കമൻസിൽ. റോസ് ചോദിച്ചിട്ടുണ്ട്, സെറ്റിംഗ് ക്ലിനിക് ആണ് ബട്ട് യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ഹെർ എന്ന് പറഞ്ഞാൽ നോൺ കേസ് ആണോ? അതിൽ പേഷ്യൻറ്റിൻ്റെ പറഞ്ഞപ്പോഴത്തേക്കും, പേഷ്യൻറ്റിൻ്റെ ടാസ്ക് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും മെയിനായിട്ട് അവർ അതിൽ പറയുന്നുണ്ട്, പേഷ്യൻറ്റ് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടി, അതായത് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് മദർ ഇസ് ഗോയിങ് ഫോർവേഡ് ടു നേഴ്സ്. ഡോക്ടറെ അടുത്ത് കണ്ടതിന് ശേഷമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്, as you have already consulted with the doctor, I came to know that എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. I came to know that you have to collect the urine from, അല്ലെങ്കിൽ you are going to collect urine sample from your daughter എന്നുള്ള രീതിയിൽ, നോൺ ആയിട്ടുള്ള രീതിയിൽ. കാരണം ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ആ പേഷ്യൻ്റ് ടാസ്കിൽ നമുക്കവിടെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഓൾറെഡി ഇവർ കൺഫേം അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കൊരു നിങ്ങൾ പോയത് ഞാൻ അറിഞ്ഞു എന്നുള്ള രീതിയിലും വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നോർമലായിട്ട് പേര് വിളിച്ച് അങ്ങനെ പേരെന്താ ചോദിച്ച് കണ്ടിന്യൂ ആയിട്ട്, കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടാണ് നഴ്സിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? വേറെ എന്തിനെങ്കിലും കുറിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് കമൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ഓർ ലേറ്റർ ഓൺ മേ ബി നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ടാകും, അതിലും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് whenever you are on doubt or anything you can just ask me the doubts. Okay, ഇപ്പം നമുക്ക് എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം നെക്സ്റ്റ് വീക്ക് ലൈവ് സെഷൻ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടൈമിങ് കാര്യങ്ങൾ, ഏത് സബ്ജക്ട് റിലേറ്റഡ്, ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സബ്ജക്ട്സോ കാര്യങ്ങളോ which you want more നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്കും കൂടെ സ്യൂട്ടബിൾ ആണെങ്കിൽ അത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പിന്നെ ലൈവിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.